Hi guys, welcome back to my channel. അങ്ങനെ സക്സസ്ഫുള്ളി കെമിസ്ട്രി എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും പേടിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. രണ്ടും കഴിഞ്ഞു. ഐ എം സോ ഹാപ്പി. ഇനി എനിക്ക് കുറച്ച് സമാധാനിക്കണം. കെമിസ്ട്രി ആക്ച്വലി ഞാൻ ഫിസിക്സിൻ്റെ അത്ര പഠിച്ചെന്ന് വെച്ചാൽ മേ ബി ഞാൻ പഠിച്ചിട്ടുണ്ടാവും, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എനിക്ക് നല്ല പേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഫിസിക്സ് ഞാൻ ഭയങ്കര കൂളായിരുന്നു, പക്ഷെ കെമിസ്ട്രി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷൻ്റെ സ്ട്രെസ്ഡ് ആയിട്ടായിരുന്നു എക്സാം ഹാളിൽ ഇരുന്നതും. എക്സാം എഴുതുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും ഫിസിക്സിനെ പോലെ ഒരു കൂൾ അല്ലായിരുന്നു. കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എക്സാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമൊന്നും പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പർ വാസ് ടു ഈസി. എനിക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ റീസൺ ഞാൻ അറിഞ്ഞോട് വരെ തെറ്റിച്ചു. ദാറ്റ്സ് ദ റീസൺ. ഓക്കെ, അറിഞ്ഞോട് തെറ്റിച്ചെന്ന് ഉദ്ദേശിച്ചത് ഞാൻ പഠിച്ചത് എഴുതി തെറ്റിച്ച് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഒരേ മെന്റേഴ്സ് എനിക്ക് ചിലത് അറിയാത്തുണ്ടായിരുന്നു, ഞാൻ പഠിക്കാത്ത ഭാഗത്തുനിന്നൊക്കെ ചോദിച്ചത്. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഗസ് അടിച്ചു. എന്റെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞു ഇത് ഇതായിരിക്കും, അത് തന്നെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇത് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കില്ലേ. പക്ഷെ എന്റെ മൈൻഡ് അത് തന്നെയാണ്, അങ്ങനെ തന്നെ നീ എഴുതിയാൽ മതി, ഒന്നും നീ നോക്കണം, അതാണ്. ഞാൻ എന്ത് ചെയ്തു, അത് എഴുതി, എന്നിട്ട് ഞാൻ വെട്ടി, എന്നിട്ട് വേറെ എഴുതി, എന്നിട്ട് ആൻസർ നോക്കിയപ്പോൾ എന്റെ മൈൻഡ് പറഞ്ഞതായിരുന്നു കറക്റ്റ് ആൻസർ. അങ്ങനെ കുറെ വിട്ടിത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്റെ മൂഡ് അത്ര ശരിയല്ലെന്ന് ഞാൻ കുറച്ചൊരു ഇതിലാ. ഫിസിക്സ് ഈവൻ തോ ടഫ് ആണെങ്കിലും, ടഫല്ല ആണെങ്കിൽ പോലും എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടോ, പിന്നെ എന്ത്. പക്ഷെ ഇതെനിക്ക് വിടാൻ പറ്റുന്നില്ല. ഈവനത്തെ ആൻസർ എനിക്ക് അറിയില്ല, മൈൻഡ് പറഞ്ഞതാണ്. എന്നാലും എനിക്ക് 2 മാർക്ക് പോയി, 1 മാർക്ക് പോയി. ഇഫ് യു ക്യാൻ റിലേറ്റ്, ഓക്കെ. അപ്പൊ നിങ്ങൾ ചിലർ 2 മാർക്കിൽ പോയുള്ളൂ, 1 മാർക്കിൽ പോയുള്ളൂ. പക്ഷെ അത് ഞാൻ എങ്ങനെയാ പറഞ്ഞത്, ചില A+ന് 2 മാർക്ക് മതിയാവും, അല്ലെങ്കിൽ A+ന് 1 മാർക്ക് മതിയാവും ചിലപ്പോ. അപ്പൊ ആ 1 മാർക്ക് പോയാൽ നമ്മൾ A+ പോയില്ലേ, അപ്പൊ സങ്കടമാവില്ലേ? ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഓക്കെ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ 5 എണ്ണം എഴുതിച്ചു, ഒക്കെ ഗസ് അടിച്ചിട്ട് എഴുതിയത്. എല്ലാം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, പകുതിയോളം ഗസ്ഡാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ 8 മാർക്കിന്റെ ഒക്കെ എനിക്ക് അത്യാവശ്യം നല്ലോണം എഴുതി. ഫിസിക്സിൽ എന്ന് പറഞ്ഞാൽ അവര് 8 എഴുതാൻ പറഞ്ഞാലും എനിക്ക് ചിലപ്പോൾ 7 അറിയുന്നുള്ളൂ. ഇതിൽ അങ്ങനെയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ 8 പറഞ്ഞാലും ഞാൻ 9 എഴുതി വെച്ചിട്ടുണ്ട്. രസല്ലേ, അപ്പൊ ഞാൻ അതൊക്കെ എഴുതി. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. 16th ക്വസ്റ്റ്യൻ, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാസ് ആക്ച്വലി എന്താ പറയുക, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഞാൻ വെറുതെ അവർ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടായിരുന്നു 300-ലാണ്, ഞാനത് വെറുതെ സെൽഷ്യസിലേക്ക് മാറ്റി. എന്തിനാ എനിക്ക് അറിയില്ല തോന്നിയത്. നോർമലായിട്ട് ഞാൻ ഒക്കെ എഴുതി, അപ്പൊ പെട്ടെന്ന് തന്നെ മനസ്സിലാറ് അത് സെൽഷ്യസിലേക്ക് അങ്ങോട്ട് മാറ്റിക്കാള്, അതല്ലേ രസം. അത് ഞാൻ മാറ്റി. എനിക്ക് അറിയില്ല അത് ശരിയാണോന്ന്. എന്റെ ഫ്രണ്ടൊക്കെ പറയേണ്ട ആവശ്യമില്ല എന്നാണ്, അറിയില്ല. വെറുതെ ഇങ്ങനെ ഒരു വിഡ്ഢിത്തരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ പേപ്പറിൽ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, 21ാമത്തെ കോർഡിനേഷൻ കോമ്പൗണ്ട് ചെയ്യാം. പക്ഷെ ഞാൻ ആൻസർ എഴുതിട്ടോ, വെറുതെ ആൻസർ എഴുതി, എനിക്ക് തോന്നിയത് എഴുതി വെച്ചു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയായിരുന്നു കേട്ടോ, 2 പോർഷൻ ആയിട്ട്. ഞാൻ എനിക്ക് മാത്രമാണ്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടിയത്. ഓക്കെ, അടുത്തത് ഓർഗാനിക് സിമ്പിൾ ആയിരുന്നു ഞാൻ പഠിച്ചേക്കാൻ വന്നത്. ഞാൻ അതേപോലെ തള്ളി മറിച്ച് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ നല്ലോണം എഴുതി എന്നാണ് എനിക്ക് തോന്നുന്നത്, നോട്ട് ഷുവർ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. കാരണം എന്താ വെച്ചാൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് നല്ല ഈസിയാണ് എക്സാം പറഞ്ഞാലും മാർക്ക് വരുമ്പോൾ എനിക്ക് മാർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. +1 സെയിം. ഞാൻ ഫുൾ ഞാൻ നല്ലോണം എക്സാം എഴുതിയിട്ടുണ്ട്. സിമ്പിൾ എക്സാം ചെയ്ത പേപ്പർ കിട്ടിയപ്പോൾ മാർക്ക് കുറവായിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ എഴുതി, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ എഴുതി. എനിക്ക് ഏറ്റവും സങ്കടം ഒരു 31st ക്വസ്റ്റ്യനിലെ ആ ബി, സെക്കൻഡിലെ ബി, എത്തനോയിക് ആസിഡിനെ എത്തനോൾ ആക്കാൻ എന്റെ മനസ്സ് പറഞ്ഞു. റിഡക്ഷൻ വെറുതെ എഴുതി വെച്ചു, റിഡക്ഷൻ ഞാൻ എഴുതിയില്ല, ഞാൻ വേറെ എന്തോ എഴുതി വെച്ചു. ഭയങ്കര സങ്കടമായി എനിക്ക്. പിന്നെ അത് സംഭവം എന്താ വെച്ചാൽ പിന്നീട് അത് ആൻസർ ശരിയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സങ്കടമാണ് ഗൈസ്. ഇറ്റ്സ് ടു മച്ച്. എനിക്ക് ഭയങ്കര സങ്കടം. എപ്പോഴും അത് ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിപ്പോ ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറഞ്ഞു, ഞാൻ വീണ്ടും ഓവർ തിങ്ക് ചെയ്യുന്നു. ഉറങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ബട്ട് ഉറക്കം വരുന്നില്ല ഗൈസ്. എനിക്ക് ഉച്ചയ്ക്ക് എങ്ങനെ പോലും ഉറക്കം വരത്തില്ല. വൈ ബട്ട് എനിവേ, ഇനി അടുത്ത എനിക്ക് ലാംഗ്വേജ് ആണ്. അപ്പൊ ലാംഗ്വേജിന് വേണ്ടി എനിക്ക് പ്രിപ്പയർ ചെയ്യണം. സോ ബൈ.